ഞാൻ രാജ്ബാബു ഈ ചിത്രത്തിൻ്റെ സംവിധായകനാണ്. 3 പ്രൊഡക്ഷൻ ഹൗസ് ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നെസനൈപ്പ് സിനിമാസ്, ഷാഫൈസി പ്രൊഡക്ഷൻസ്, നവതേജ് ഫിലിംസ്. അതിൽ 2 പ്രൊഡ്യൂസേഴ്സ് ഇവിടെ എത്തിയിട്ടില്ല. അത് മറ്റു പ്രശ്നം കൊണ്ടൊന്നും അല്ല കേട്ടോ. സുധീർ സാറാണ് നവതേജ് ഫിലിംസിൻ്റെ പ്രൊഡ്യൂസർ. ഇത് അട്ടപ്പാടിയിലാണ് പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത്. ജാഫർക്ക് അവതരിപ്പിക്കുന്ന മാരി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ ചിത്രം തുടങ്ങുന്നതും വികസിക്കുന്നതും അവസാനിക്കുന്നതും. മാരി എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പം ഞാൻ കുറച്ചൊക്കെ സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയൊക്കെയാണ്. മൊത്തത്തിൽ ഒരു കാടിനുള്ളിൽ വസിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ, അദ്ദേഹം അതിന് എന്താണ് പ്രതിവിധി കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഞാൻ ഒരു കാഴ്ചയില്ലാത്ത ഒരു സംഭവമായിട്ട് അഭിനയിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പം അതിനകത്ത് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് നമ്മളിപ്പോൾ മറ്റുള്ള സിനിമയിൽ നമ്മൾ കാഴ്ചയില്ലാത്ത ആ ഒരു സിനിമയിൽ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയിട്ടുള്ള കലാഭവൻ മണി അതിമനോഹരമായിട്ട് വാസന്തി ലക്ഷ്മിയിലും ഒക്കെ ചെയ്ത കഥാപാത്രമുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിൽ മനോഹരമാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും ഇതിനകത്ത് നമ്മളൊരു വേറെ ഒരു കാഴ്ചയില്ലാത്തൊരു സംഭവമാണ് ചെയ്തേക്കുന്നത്. അപ്പം അത് മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സിനിമ അല്ലേ, സിനിമ കാണുന്നതിന് ഇതാവും. അപ്പം നല്ല ഒരു ഫിലിമാണെന്ന് ഇപ്പോൾ ഏത് സിനിമയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ പറയുന്നതല്ലേ. അപ്പം നല്ല സിനിമയല്ലേ എല്ലാവരും എടുക്കാറുള്ളൂ. അപ്പം ഇതൊരു നല്ല സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല സിനിമയാണ്. അപ്പം എല്ലാവരും ഒന്ന് കാണുക. ഇനി അടുത്ത റൗണ്ട് വരുമ്പം ബാക്കി കാര്യങ്ങൾ പറയാനുള്ളൂ. പിന്നെ ഷാജോണും ഷൈൻ ടോം ചാക്കോയൊക്കെയാണ് ബാക്കിയുള്ള ആളുകളിൽപ്പെട്ട. പിന്നെ ഈ കുട്ടാപ്പി അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ടൊക്കെ പിടികിട്ടും. അപ്പം എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മാരി എന്നാണ്. അപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന് ബാക്കി ഷാജോൺ പറയും. ഷാജോൺ മൈക്ക് കൈമാറുന്നു. മൈക്ക് അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കൈമാറുന്നില്ല. ചാട്ടുള്ളി എന്ന ഈ സിനിമ എന്നെ ഇതിലേക്ക് ആകർഷിച്ചത് തീർച്ചയായിട്ടും ജാഫർക്കയുടെ ആ കഥാപാത്രത്തിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞപ്പോഴാണ്. കാര്യം ജാഫർക്ക് നമുക്കറിയാം, ഈ അടുത്ത് കുറേ സിനിമകളിലൂടെ വ്യത്യസ്തമായ കുറേ ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അപ്പോൾ ജാഫർക്കയുടെ അത്ര മനോഹരമായൊരു സിനിമയിൽ ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞപ്പം ഒരുപാട് സന്തോഷം തോന്നി. ശിവദാസൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെയാണ് ഞാനിതിൽ അവതരിപ്പിക്കുന്ന. ഒരു പൊളിറ്റീഷ്യനാണ്. നിങ്ങൾ പോസ്റ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണ് ഈ പറയുന്നത് പോലെ നമ്മൾ സിനിമകൾ ചെയ്ത് വരുമ്പോൾ പല സിനിമകളും പല കാരണങ്ങളാലായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. ചില സിനിമകൾ നമ്മുടെ വളരെ അടുത്ത സൗഹൃദങ്ങളുണ്ടാവും, ചില സിനിമകൾ നല്ല നല്ല ക്യാരക്ടേഴ്സ്, അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. ഇതിൽ ജാഫർക്ക ഒരു പ്രധാന കാരണമാണ്. പിന്നെ ബാബുചേട്ടൻ, രാജ്ബാബു എന്ന് പറയുന്ന വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഞാനൊക്കെ സിനിമയിൽ വന്ന കാലത്ത് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. അതിനുശേഷം ചെസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ എടുത്തു. അങ്ങനെ മലയാളിക്ക് ഏറെ സുപരിചിതനായ ബാബുചേട്ടൻ്റെ ഒരു സിനിമ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് വളരെ സ്പെഷ്യലായി തോന്നിയ ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ജാഫർക്കയുടെ ക്യാരക്ടർ, ഞാനും ജാഫർക്കയും തമ്മിലായിരുന്നു കോമ്പിനേഷൻ കൂടുതലുണ്ടായിരുന്നത്. ഷൈൻ ടോമുമായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ജാഫർക്കയുടെ ആ ഒരു ഗെറ്റപ്പും ആ ഒരു പെർഫോമൻസും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പ്രതീക്ഷ തോന്നുന്നൊരു സിനിമയാണ്. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ വരട്ടെ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ കാണുന്ന ഇവരെല്ലാവരും ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങളാണ്. എൻ്റെ പേര് കാർത്തിക് വിഷ്ണു. ഈ സിനിമയിലൊക്കെ ഞാൻ വരുന്നത് ഇപ്പോൾ ഷാജാൻ ചേട്ടനും ജാഫർക്കയും പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ, ചെസ്സിൻ്റെ ഡയറക്ടർ, പിന്നെ നല്ല ടീം, നല്ല മധുരരാജ സിനിമ ചെയ്ത പ്രൊഡ്യൂസറാണ്, പിന്നെ ദൃശ്യത്തിൻ്റെ എഡിറ്ററാണ്. അപ്പോൾ നല്ലൊരു ടീമിൻ്റെ വർക്ക് ആയതുകൊണ്ടിട്ടാണ് ചാട്ടുള്ളിയിലേക്ക് ഞാൻ എത്തിയത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കണ്ണൻ എന്നാണ്. അതൊരു 19 വയസ്സുള്ളൊരു ട്രൈബൽ പയ്യനാണ് കണ്ണൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാട് കയറേണ്ടി വരികയും പിന്നെ അട്ടപ്പാടി ഫോറസ്റ്റിനുള്ളിൽ നടക്കുന്ന കുറച്ച് ആക്ഷൻ പരിപാടികൾ, അങ്ങനത്തെ കുറച്ച് പെർഫോമൻസ് സാധ്യത ഉള്ളൊരു ക്യാരക്ടറായിരുന്നു എൻ്റെത്. അപ്പോൾ ജാഫർക്ക ആയിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ. ജാഫർക്കയുടെ
കൂടെ തന്നെയുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ പരിചയപ്പെടുത്താമെന്ന് എന്നോട് രാജ്ബാബു സാർ പറഞ്ഞത് ഈ പുതിയ 2 മുഖങ്ങളാണ്. പുതിയതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വർഷ 2-3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ വർഷ വെടിക്കെട്ടെന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ സിനിമയിലേക്ക് വരുന്നതും. അതിനുശേഷം 1-2 ഫിലിമുകളിൽ വർഷ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇക്രു നമ്മുടെ പയ്യൻ യൂട്യൂബ് ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഉള്ള വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു പയ്യനാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ വർഷയാണെങ്കിലും. പക്ഷേ എനിക്ക് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇതില് ജാഫർക്ക, അത് ഷാജോൺ ചേട്ടൻ, അതുപോലെ ഷൈൻ ടോം ചാക്കോ, ഇവരൊക്കെ ഈ പടത്തിൽ നമുക്ക് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം വെച്ചാൽ ഇത് ഷൂട്ട് നടക്കുന്നത് മുഴുവൻ അട്ടപ്പാടിയാണ്. അട്ടപ്പാടി ബേസ് ചെയ്തിട്ട് നടക്കുന്ന പടമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് പിന്നെ വണ്ടി എത്താത്ത ഒരു സ്ഥലത്ത് വരെ ഒരു 5 കിലോമീറ്ററോളം ജീപ്പുകളിലൊക്കെ തൂങ്ങിയും, അതുപോലെ തന്നെ ആ ക്ലൈമാക്സ് ലൊക്കേഷനൊക്കെ വരുന്നത് അട്ടപ്പാടിയുടെ ഒരുപാട് മുകളിലുള്ള ഒരു സ്ഥലത്താണ്. അവിടെ ഒരു 5 കിലോമീറ്ററോളം ഏകദേശം സാധാരണ വണ്ടികളൊന്നും ചെല്ലില്ല, എങ്കിലും ആ ജീപ്പിലൊക്കെ തൂങ്ങി, അതങ്ങനെ ആ ജീപ്പിലും അത് കുറെ നടന്നൊക്കെ ആയിട്ട് പോയിട്ടാണ് ഈ ലൊക്കേഷൻ, ആ പുഴയും കാര്യങ്ങളൊക്കെ ക്ലൈമാക്സ് ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത്. അത് പിന്നെ ആ റിസ്ക് എടുത്തിട്ട് ഇത്രയും പിന്നെ നമ്മളോടൊപ്പം നിന്ന് ആ പിന്നെ ഷാജൻ ചേട്ടനെയും അതുപോലെ ജാഫർ ഖാനെയും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കനെയൊക്കെ ഈ വേളയിലെങ്കിലും ഞാനൊന്ന് അവര് നന്ദി പറഞ്ഞില്ലെങ്കിൽ അതൊരു കുറവായി പോകും എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ അവസരം ഞാൻ അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഈ പടത്തിന്റെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അട്ടപ്പാടിയുടെ പ്രകൃതി ഭംഗി വളരെ ഗംഭീരമായിട്ട് തന്നെ അട്ടപ്പാടിയുടെ പ്രകൃതി ഭംഗി ഒപ്പിയെടുക്കാൻ നമ്മുടെ പ്രമോദ് ക്യാമറമാൻ വളരെ ഭംഗിയായിട്ട് തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ ഉപരി നമ്മുടെ രാജ്ബാബു സാറിന്റെ ഒരു കോർഡിനേഷൻ, അതുപോലെ തന്നെ ഇതിന്റെ ഒരു മികവ് ഈ പടത്തിലുടനീളം വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ നമുക്കുള്ളത് 3 മ്യൂസിക് ഡയറക്ടേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. രാഹുൽ രാജാണ് BGM ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബിജിബാലിന്റെ ഒരു സോങ്, ഗംഭീരമായ ഒരു സോങ് ബിജിബാലിന്റെ ഉണ്ട്. അതുപോലെ ജസ്റ്റിൻ ഫിലിപ്പോസ് എന്ന പുതിയ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം കർണാടക ഫിലിമിലൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതിൽ 2 സോങ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ ഫിലിപ്പോസ് ആണ്. വളരെ ഭംഗിയായിട്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും, ബാക്കിയുള്ള എഡിറ്റിങ്ങിലാണ് അയ്യൂബാണ്, അങ്ങനെ എല്ലാ പ്രൊഫഷണൽസും ഇതിൽ വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് ഉള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു ഹാർട്ട് ടച്ചിങ് സിനിമയാണ്, ഒരു ഡാർക്ക് റിവഞ്ച് ത്രില്ലർ എന്ന് പറയാം. അപ്പോൾ ഇത് ഒരു അട്ടപ്പാടി വനങ്ങൾക്കുള്ളിൽ, ഉൾവനത്തിലാണ് കൂടുതൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് റിസ്ക് എടുത്ത്, നേരത്തെ സുജൻ സാറ് പറഞ്ഞ പോലെ ഈ ക്ലൈമാക്സ് ലൊക്കേഷനിലൊക്കെ എത്തപ്പെടാനായിട്ട് ചിറ്റൂർ വരെ ഒരു 1 hour ജേർണി ചെയ്ത്, പിന്നീട് അവിടുന്ന് ജീപ്പിലാണ് നമ്മൾ 1 മണിക്കൂറിലധികം യാത്ര ചെയ്യുന്നത്. അത് അവിടെ വളരെ എക്സ്പെർട്ടായിട്ടുള്ള ജീപ്പ് ഡ്രൈവേഴ്സാണ് പലപ്പോഴായിട്ട് അവിടെ എത്തിക്കുന്നത്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ, ഷൈൻ ജീപ്പ് എടുത്തൊന്ന് ഓടിച്ചായിരുന്നു. അത് എങ്ങനെ മനസ്സിലാക്കുന്നത്, നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ പ്രൊഡക്ഷൻ ബോയ്സ് 1-2 പേരെ കാണാനില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇവരുടെ പ്രൊഡക്ഷൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്ന ജീപ്പിൽ ഷൈൻ കയറിയിട്ട് ഡ്രൈവറെ മാറ്റിയിട്ട് ഞാനൊന്ന് ഓടിക്കാന്ന് പറഞ്ഞിട്ട് ഓടിക്കണം. അപ്പോഴേ ഇവർ ടെൻഷനായി. കുറച്ചങ്ങ് ഡ്രൈവ് ചെയ്ത് അവിടെ 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലം അരമണിക്കൂർ കൊണ്ട് പുള്ളി എത്തിച്ചു. അപ്പോൾ ഇവർ കിടന്ന് ഭയങ്കര ബഹളമായി. എന്തിനാണ് പേടിക്കുന്നത്, ഞാനല്ലേ ഓടിക്കുന്നത്, അത് നേരെയല്ല നോക്കുന്നത്, തിരിഞ്ഞു നോക്കിയിട്ട് ഈ ഓഫ് റോഡിൽ. അങ്ങനെ ഒരു തരത്തിലാണ് അത് അവിടെ എത്തിച്ചത്. ആ ലൊക്കേഷൻ വളരെ മനോഹരമായ ഒരു ലൊക്കേഷനാണ്. എനിക്ക് വർഷയ്ക്കൊക്കെ അവിടെ വന്ന് കാണാൻ സാധിക്കാത്തൊരു വിഷമമുണ്ടെന്ന് തോന്നുന്നില്ലേ, വന്നായിരുന്നൊക്കെ ആയിരിക്കും വിഷമിച്ചതിന്. എന്തുകൊട്ടെ. പിന്നെ നമ്മളിതിൻ്റെ എഡിറ്റർ അയ്യൂബ് ഖാനാണ്. എഡിറ്റർ ദൃശ്യം തുടങ്ങി ജിത്തു ജോസഫിൻ്റെ അതിൻ്റെ പല പടങ്ങളും, അതുപോലെ ബാലാട്ടി, പാപനാശം എന്ന ദൃശ്യത്തിൻ്റെ തമിഴ് വെർഷൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്ത വളരെ സമർത്ഥനായ ഒരു എഡിറ്ററാണ്. ഏതൊരു ചിത്രത്തിനും ഒരു സബ്ജക്റ്റിനനുസരിച്ച് താളമുണ്ടോ, ആ താളത്തിനനുസരിച്ച് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മികവ്. അത് വളരെ നന്നായിട്ട് അയ്യൂബ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രമോദിൻ്റെ കാര്യം നേരത്തെ സുജൻ സാർ പറഞ്ഞു. അവരെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടേലിനെ കുറിച്ച് പറയാതെ വയ്യ. ഷാജിയാണ് ഇതിൻ്റെ ശരിക്കും പറയാം എന്നെ ഈ പ്രൊഡ്യൂസേഴ്സിലേക്ക് എത്തിച്ചത്. ഈ പ്രോജക്റ്റിൻ്റെ എല്ലാം ഇപ്പോഴും ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഷാജിയാണ്.
ഇതിൻ്റെ റിലീസും വരെയും എല്ലാ ഷാജിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഷാജിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അജു ഇവിടെയുണ്ട്. അജു ഇതിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ഇക്രു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഓൾ. എൻ്റെ ഈ പടത്തിലെ ക്യാരക്ടറിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പേരില്ല, അതാണ് ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതോടൊപ്പം തന്നെ തുടക്കക്കാരെന്ന നിലയിൽ ഇത്ര നല്ലൊരു ടീമിൻ്റെ ഒപ്പം ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു ഡയറക്ടറുടെ കൂടെ തന്നെ അണ്ടറിൽ അഭിനയിക്കുക. അതേപോലെ സീനിയറായിട്ടുള്ള ആക്ടേഴ്സ് ഷാജോൺ ചേട്ടൻ, ജാഫർക്ക, ഷൈൻ ടോം, കാർത്തിക്, അവരോടൊപ്പം അഭിനയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇത് കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് തോന്നുന്നു. ശരിക്കും അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞാൽ അത് ആ കൊച്ചൻ പറഞ്ഞു, അവൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. അതായത് കാട്ടിനുള്ളിൽ ഇച്ചിരി സാഹസികപരമായിട്ടുള്ള കുറെ പരിപാടികളൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞത്. പിന്നെ ഈ സാറ് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നമ്മൾ ഈ ഇതിൻ്റെ ക്ലൈമാക്സ് നടന്നിരിക്കുന്ന സ്ഥലം ഏതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ ഒറ്റയാളുടെ സ്ഥലമാണ്, ഏക്കർ കണക്കിനുള്ള സ്ഥലം. എന്തോ വാട്ടർഫോൾസ് അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത് വേറെ ഒരു സിനിമയിൽ ഇന്നവർ എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം സന്തോഷത്തോടുകൂടി അറിയിക്കുക. കാര്യം ചെയ്തൊരു പുതിയ ഒരു സംഭവം കാണാം. അവിടെ കയറി ചെന്ന് പെട്ട പാടാണ് ഈ സാറ് പറഞ്ഞത്. ഇപ്പോൾ ഈ കണ്ടോ, ഈ നൊയമ്പ് വരുമ്പം, അന്ന് നൊയമ്പൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ നൊയമ്പൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ മലയുടെ മുകളിലും അവിടെയൊക്കെ ആയിട്ട് അടിച്ച് കയറ്റി സാറൊക്കെ ക്യാമറയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നു. നമുക്കൊരു ക്രേസായിരുന്നു ഈ പടം ചെയ്യാനായിട്ട്, ഭയങ്കര ഒരു അപ്പം അതിനുള്ള വകുപ്പുകൾ. ചാട്ടുളി എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും കാണിയല്ലേ ഉണ്ടാവും. ഇരിക്കുന്നു ഉള്ളി, അവനാ ഉള്ളിപ്രയോഗം. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം. ഇതൊരു പറഞ്ഞില്ലേ സാറ് ചെയ്തിട്ടുള്ള പടങ്ങളുടെ വ്യത്യസ്തതയൊക്കെ അറിയാൻ പാടില്ലേ. ഇതിനകത്ത് ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളൊക്കെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമായിരിക്കും. അതിനുള്ള കാര്യം വെച്ചാൽ വലിയൊരു പടത്തിൻ്റെ വലിയ പടങ്ങളൊക്കെ ഇപ്പം ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കുന്നേ. നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ കുറിച്ചൊക്കെ നല്ലതൊക്കെ പറഞ്ഞു വിടുക. സിനിമയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അപ്പം രക്ഷപ്പെട്ടു പോകും. എത്രയോ കാശ് മുടക്കി പിടിക്കുന്നതിനൊക്കെ അവരുടെയൊക്കെ വേദനയും യാതനയൊക്കെ ഇല്ല. അപ്പം നിങ്ങളും സഹകരിക്കുക. നിങ്ങളിപ്പോൾ സഹകരിക്കുന്നുണ്ട്, കുറേ കാലമായിട്ട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അല്ല, സത്യമായിട്ടും ഇത് ഞാൻ ചിരിക്കാൻ പറഞ്ഞതായിട്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ. അങ്ങനെ ഒരു ജന്മനാ അന്ധനൊന്നും അല്ല ഇത്. ഇടകാലം കൊണ്ടൊന്ന് അന്ധത ബാധിച്ച ഈ ഭൂമിയൊക്കെ ശരിക്കും കണ്ട് ഇതിൻ്റെ രസകരമായ ഭാവങ്ങളെല്ലാം ആസ്വദിച്ച ആളാണ്. പക്ഷെ അന്നേരം ഇടയ്ക്ക് വെച്ച് കാഴ്ച ഒന്ന് പോകുന്ന ഒരു സംഭവം. അതിപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സ് ആയി. അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അത് നമ്മൾ വേറെ റൂട്ട് അതല്ലേ. നമ്മളിപ്പം അങ്ങനെയൊക്കെ നല്ല വലിയ വലിയ വ്യക്തികൾ ചെയ്തു വെച്ച സാധനങ്ങളിലേക്ക് കൈ കടത്തുമ്പോൾ അതൊന്നും വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെയൊക്കെ കാണിച്ചു. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ സാമ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാഴ്ചയില്ലാത്തവർക്കൊരു മാനറിസം ഇല്ലേ, അത് ഇപ്പോൾ ആര് ചെയ്ത് കഴിഞ്ഞാലും അത് വരുമല്ലോ. നമ്മളൊരു തൊട്ടും പിടിച്ചൊക്കെ പോയിട്ടുണ്ട്. ദൈവാധീനമുണ്ടെങ്കിൽ ഓക്കെ ആവും. സാർ ഇതിനു മുമ്പ് ഏതെല്ലാം ചിത്രങ്ങളായാലും പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ആണ്. എപ്പോഴും ഒരു ടൈം പീരീഡ് ഗ്യാപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതും അങ്ങനെ ഒരു ടൈം പീരീഡ് ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും മനഃപൂർവ്വം ചെയ്ത് പോയാൽ മതി എന്നാണോ, അതോ എനിക്ക് വേണ്ടത് മാത്രം ചെയ്യാം അങ്ങനെ ഇതാണോ? സിനിമയിൽ ഒരാളും അങ്ങനെ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സിനിമ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇടക്കാലത്ത് ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടി 4 വർഷം, അത് 55 ദിവസം ഷൂട്ട് ചെയ്തുള്ളൂ. നകുൽ പ്രകാശ് നാസറക്കും സെയ് എന്ന് പറഞ്ഞ ഫിലിം. അപ്പോൾ അത് 4 വർഷം എടുത്തു. പക്ഷെ പറഞ്ഞ ഡേറ്റ്സ് നമ്മൾ തീർത്തു. അപ്പോൾ അത് അങ്ങനെ ഒരു ലോങ് പീരീഡ് മാറി നിൽക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് സിനിമ കിട്ടുന്നില്ലെന്ന് പറയാൻ കാരണം വെച്ചാൽ താങ്കൾ ചെയ്ത 2 പടങ്ങളും സൂപ്പർ ഹിറ്റ് ആണ്, അല്ലെങ്കിൽ നല്ല റെസ്പോൺസുകൾ കിട്ടിയിട്ടുള്ള ചിത്രമാണ്. എന്നിട്ട് പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ തന്നെ നല്ലവർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ലെന്നൊരു ഇതായി പോകത്തില്ലേ? അത് എൻ്റെ മാത്രം കാര്യമല്ല, ഒരുപാട് പേര് പലരും പല റീസൺ പറയും. ചില ലോങ് പീരീഡ് ഇട്ടാലേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അത് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കഴിവ് കുറവ്, അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടി എൻ്റെ ഒരു അലസതയായിരിക്കാം. അത് സിനിമയിൽ ഇടിച്ചു കയറുന്നവരെ രക്ഷയുള്ളൂ. ശരിക്കും അതിൻ്റെ തുടക്കത്തിൽ ഒറ്റ കഥാപാത്രമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. അത് പ്രൊഡ്യൂസേഴ്സാണ് നമുക്ക് കുറച്ചുകൂടി വലിയ രീതിയിൽ ചെയ്യാം എന്നൊരു താല്പര്യം പറഞ്ഞത്. പിന്നീട് അതിൻ്റെ കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ജയേഷ് വരുത്തി. ഞങ്ങളൊരു കൂട്ടായ ചർച്ചയിലൂടെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം ചേർത്ത് വരുത്തിയിട്ടാണ് ജാഫ്രിക്കയും ഷാജോണും ഷയനും ഒക്കെ ചേർത്ത് വരുമ്പോൾ ഉണ്ടാകുന്നൊരു കോമ്പോ നന്നായിരിക്കും. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്.
ഇപ്പം ഈ സിനിമയിൽ എങ്ങനത്തെ ഒരു കഥാപാത്രം, കുറച്ച് വില്ലനാണോ? കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ഒരു ക്യാരക്ടർ തന്നെയാണ്. കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ നമ്മളിപ്പോ പല ആക്ടേഴ്സിനോട് ചോദിക്കും, ഇപ്പൊ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ആളുകൾ ജഡ്ജ്മെന്റ് ഉള്ളു, പിന്നീട് കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പൊ കണ്ടിന്യൂസ് ആ നെഗറ്റീവ് റോളുകൾ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു തോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അത് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. കാരണം നമ്മൾ ബേസിക്കലി ഒരു മിമിക്രി ബേസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ആ ഒരു ഇഷ്ടം മലയാളികൾക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദൃശ്യം പോലൊരു സിനിമ കഴിഞ്ഞിട്ട് റിംഗ് മാസ്റ്റർ പോലൊരു സിനിമയിലൂടെ വീണ്ടും ഒരു കോമഡി റോൾ ചെയ്തപ്പോഴും ആളുകൾ അക്സെപ്റ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നെഗറ്റീവ് റോൾസ് കുറെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം നമ്മളെ കാണുന്നവർക്കും ആ ഒരു ഇതുണ്ടാവാം. എന്നാലും നമുക്കൊരു മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ആ ഒരു ഇഷ്ടം കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സിനിമയുടെ മൂല്യം കൂട്ടുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരാണല്ലോ, അതിനകത്ത് യാതൊരു സംശയമില്ല. പ്രേക്ഷകർ തന്നെയാണ് സിനിമയുടെ എല്ലാം. പ്രേക്ഷകരില്ലെങ്കിൽ സിനിമയില്ലല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്ര വലിയ താരമായെങ്കിലും പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അവർ താരങ്ങളാവുന്നത്. അതുകൊണ്ട് സിനിമ എപ്പോഴും പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റേത് മേഖലയും പോലെ തന്നെ സിനിമാ മേഖലയിൽ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതാണ്. ഇവിടെ ഒരു താരവും ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് പിടിച്ച് മേടിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽ എല്ലാവരും സൗഹൃദത്തോടു കൂടിയാൽ തന്നെയാണ് എല്ലാ സിനിമകളും ചെയ്യുന്നതും അത് പൂർത്തിയാക്കുന്നതൊക്കെ. തീർച്ചയായിട്ടും ചെറിയ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും എൻഡ് ഓഫ് ദി ഡേ അത് തീർത്തിട്ടായിരിക്കും അവരവിടുന്ന് പിരിയുന്നത്. മനസ്സിലായത്? പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ആദ്യം ഒരു സിനിമ ഉണ്ടാവുന്ന എൻ്റെ ഒരു അറിവില് ഒരു തിരക്കഥ ആദ്യം ഉണ്ടാവുന്നു, അതിൻ്റെ ഒരു സംവിധായകൻ വരുന്നു, ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തുന്നു അല്ലെ. ഈ പ്രൊഡ്യൂസറിനോട് ഇവർ പറയുന്നത് ഒരു താരത്തിന്റെ പേര് വെച്ചായിരിക്കും. എക്സാമ്പിൾ ഈ സിനിമ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാബുചേട്ടൻ പ്രൊഡ്യൂസറിനോട് പറയുന്നത് ഈ മാരി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നത് ജാഫർ ഇടുക്കിയായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ പ്രൊഡ്യൂസറിനും ഇവർക്കും ഒക്കെ ഒരു ധാരണ ഉണ്ടാവും ജാഫ്രിക്കയുടെ ആ സമയത്തുള്ളൊരു വാല്യൂ എത്രയാണ്. ജാഫ്രിക്ക വളരെ പ്രധാനപ്പെട്ട സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ ഒരു ഇത്ര കൊടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഷാജി പട്ടിക്കരെ പോലുള്ള ഷാജി ബൈനെ പോലുള്ള ഒരു കൺട്രോളും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഷാജിനോട് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയും ജാഫ്രിക്കയുടെ പൈസ ഇത്രയാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് ചിലപ്പോൾ നേരിട്ട് ഒന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ജാഫ്രിക്ക കുറച്ച് കൊടുക്കുമായിരിക്കാം. അത് ഞാൻ പറയത്തില്ല, പറഞ്ഞാൽ അത് ഭയങ്കര വലിയ ചർച്ചയാവും, അത് പറയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജാഫ്രിക്കയുടെ ആ ക്യാരക്ടറിന്റെ ഒരു വാല്യൂ അനുസരിച്ച് ചിലപ്പോൾ ജാഫ്രിക്ക പറയും ഓക്കെ എനിക്ക് ഞാൻ കഴിഞ്ഞ പടത്തിൽ മേടിച്ച ഇത്രയാണ്, പക്ഷേ ഈ സിനിമയിൽ ഞാൻ കുറച്ചുകൂടെ കുറയ്ക്കുക, ഇത് നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഇതെല്ലാം അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് എല്ലാ സിനിമകളും നടക്കുന്നത് അല്ലെ. അപ്പം ആ പ്രൊഡ്യൂസർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ ആ ഒരു സിനിമയും നമുക്ക് നഷ്ടമാകുമോ ലാഭമാകുമോ എന്ന് കരുതിയിട്ട് 100% ഉറപ്പിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ ബിസിനസ്സും പോലെ തന്നെ പ്രത്യേകിച്ച് സിനിമ അല്ലെ, ഇത് ലോട്ടറിയാണിത്, അടിച്ചു എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ റിസ്ക് എലമെന്റ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ സിനിമയിലും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ താരങ്ങള് റേറ്റ് കുറയ്ക്കണം, ശമ്പളം കുറയ്ക്കണം എന്ന് പറയുന്നതിനകത്ത് അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ആവശ്യമുള്ളവരെ വെച്ച് അവര് ചെയ്യുന്നു, ചെയ്യാം. കാരണം എന്താ വെച്ചാല് താരങ്ങളെ വെച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റും ഉണ്ട്. നല്ല സിനിമകൾ വേണമെങ്കിൽ പുതുമുഖങ്ങളെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇവര് ചെയ്യുന്നത് താരങ്ങൾ ഇതൊക്കെ പറയുന്നെങ്കിൽ അവർ താരങ്ങളെ മാത്രമാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോഴും സിനിമയ്ക്ക് വളർച്ചയില്ല, താരങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം. അല്ല, സിനിമയ്ക്ക് വളർച്ചയില്ല എന്ന് പറയാൻ പറ്റില്ല. ആ താരങ്ങൾ വരുമ്പം ആ സിനിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് തന്നെയാണ് ആ സിനിമയുടെ വളർച്ച. ഇപ്പൊ ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ അതുപോലുള്ള പ്രധാനപ്പെട്ട നടന്മാർ വരുമ്പോൾ അത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ പ്രേക്ഷകർ വെയിറ്റിംഗ് ആണ്. മനസ്സിലായില്ലേ? അപ്പം കുറെ മുൻപൊക്കെ ആണെങ്കിൽ അവരുടെ പേര് മാത്രം മതി. ഇപ്പം പ്രേക്ഷകർ കുറെ മാറിയത് കൊണ്ട് ടെക്നിക്കൽ സൈഡും കൂടെ നോക്കിയിട്ടാണ് എല്ലാവരും സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഒരുപാട് വലിയ മാറ്റം വന്നിരിക്കുന്ന ടെക്നീഷ്യൻസിന്റെ പേര് നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. പണ്ട് താരങ്ങൾ മാത്രമാണെങ്കിൽ ഇപ്പൊ ടെക്നീഷ്യൻസും താരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഒരു വാല്യൂ അവർ പറയും. അപ്പൊ അത് നമുക്ക് ഒരിക്കലും അവര് വേണ്ടോ പിന്നെ എന്താണ് അവരെ വെക്കണോ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അദ്ദേഹത്തിന് ഉണ്ടല്ലോ, പ്രൊഡ്യൂസർമാർക്കുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഒരു താരങ്ങളും പ്രൊഡ്യൂസേഴ്സും മാത്രം തമ്മിലുള്ള ഇതല്ല. കാരണം ഒരു സമരം വന്നതാണെങ്കിൽ ടെക്നിക്കൽ ടീമിൽ ഒരു പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെ ഒരുപാട് പേര് ഡെയിലി ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. ഒരു സമരം വന്നാൽ ബാധിക്കാൻ പോകുന്ന ഒരു എൻ്റെ കമ്മ്യൂണിറ്റി ആയിരിക്കും. ഇതിന് ഒരു നീക്കമൊക്കെ ഉണ്ടാവും വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനൊരു എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. സമരത്തിലോട്ടൊന്നും പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമരം കൊണ്ട് ആർക്കും ഒരു നേട്ടവും ഇല്ല ഇവിടെ.
പ്രേക്ഷകർക്ക് ഇതൊന്നും അറിയണം, അവർക്ക് ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് അവർക്ക് ഇതിലും വലിയ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അത് സമരം ചെയ്യുന്നുണ്ടോ, അവിടെ വേതനം കുറയ്ക്കുന്നുണ്ടോ, ആരാണ് ശമ്പളം മേടിക്കുന്നത്, ഒന്നും അവർക്ക് ചിന്തിക്കാൻ അവര് അതെ ടെൻഷൻ അടിച്ച് നടക്കുക. അപ്പൊ അവരെ ടെൻഷൻ മാറ്റാനുള്ള എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് നമ്മൾ കൊടുത്താൽ അവർ തിയേറ്ററിലോട്ട് വരും. അതല്ലാതെ ഈ സമരം ബഹളം എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പം സിനിമയോടുള്ള സ്നേഹം കൂടി പോയി കിട്ടും എന്നുള്ളതാണ് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം. അത് സുരേഷ് ഏട്ടൻ അത് എടുത്തു ചാടി പറഞ്ഞു പോയെന്നുള്ളതാണ് എൻ്റെയും ഒരു അഭിപ്രായം. അത് എൻ്റെത് മാത്രമല്ല, ഞാനിപ്പോൾ നമ്മുടെ അമ്മയുടെ അഡ്കോ കമ്മിറ്റി മെമ്പറും കൂടിയാണ്. അപ്പം നമ്മുടെ സംഘടനയ്ക്ക് അഡ്കോ കമ്മിറ്റിക്ക് മൊത്തമുള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് നാഥനില്ല കളരി എന്നാണ് അമ്മ എന്നൊരു സംഘടനയെ വിശേഷിപ്പിച്ചത്. ഒരിക്കലും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു സംഘടന ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഏത് മലയാളത്തിലെ ഏത് അസോസിയേഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിഷമത്തോടെ പറയേണ്ടതുണ്ട്. കാരണം അമ്മ ഒരിക്കലും നാഥനില്ല കളരിയല്ല. ഞങ്ങള് പോയാ അഡ്ഹോക് കമ്മിറ്റി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ ഒരു സംഘടനയും ചെയ്യാത്ത തരത്തിലുള്ളതാണ്. ഈ അടുത്ത് തന്നെ നമ്മുടെ അമ്മയുടെ കുടുംബ സംഗമം ഈ അടുത്ത് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അമ്മയിലെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മളിപ്പം മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഫ്രീ ആയിട്ട് അവർക്ക് ആയുഷ്കാലം മുഴുവനുള്ള മരുന്നുകൾ എല്ലാ മാസവും അവർക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു സംഭവം തന്നെ അമ്മ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും മറ്റൊരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പം നാഥനില്ല കളരി എന്ന് വിശേഷിപ്പിച്ചത് നമ്മളെല്ലാവരെയും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് അമ്മയുടെ ഭാഗത്തു നിന്ന് നമ്മൾ അസോസിയേഷൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അവര് നമ്മളെ അറിയിച്ചിരുന്നു ഈ വേതനം ഇതൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പം ഇപ്പൊ അഡ്ഹോ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിക്ക് നമുക്ക് മറ്റ് അധികാരങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ അവരെ അറിയിച്ചു. അതായത് നമ്മളിപ്പം അഡ്ഹോ കമ്മിറ്റി മാത്രമാണ് ഉള്ളത് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു അടുത്തൊരു ജനറൽ ബോഡി വരും. ജനറൽ ബോഡി വരുമ്പോൾ മാത്രമേ നമുക്ക് അടുത്തൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങി ഒരു ചർച്ചയ്ക്ക് തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ നമ്മളോടൊന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ അറിയിച്ചിരുന്നു. പക്ഷെ അതും അവർ വകവയ്ക്കാതെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതൊക്കെ സമ്മേളനം വിളിച്ചിങ്ങനെ ഇതൊക്കെ പറഞ്ഞത്. എനിക്ക് ഷൈനുമായിട്ട് വളരെ കുറച്ച് ദിവസമാണ്, എനിക്കൊന്ന് ഒരു ദിവസം 1-2 ദിവസം എനിക്ക് ഷൈനുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഷൈൻ അല്ലെങ്കിൽ തന്നെ ഒരു വൈബാണ്, അറിയാലോ. ഷൈനിപ്പോൾ ലൊക്കേഷൻ ആവണമെന്നില്ല, എവിടെ ആണെങ്കിലും അദ്ദേഹം ഒരു വൈബ് തന്നെയാണ്. അദ്ദേഹം വരുന്ന സ്ഥലങ്ങളിലെല്ലാം ആ ഒരു വൈബ് അദ്ദേഹം സ്പ്രെഡ് ചെയ്യാറുണ്ട്, എല്ലാവരും വളരെ കംഫർട്ടാക്കി നിർത്തി. അപ്പം അത് വളരെ ഹാപ്പി ആയിരുന്നു ഷൈനും. അപ്പം ഞാനും വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും അതേപോലെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. നിറയെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഷൈനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ വല്ലാതെ കഷ്ടപ്പെട്ട് കാണും. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയില്ല. കാര്യം വളരെ എനർജിയുള്ള ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ചിലപ്പോൾ ഷൈൻ വരാനൊരു സ്വല്പം ലേറ്റ് ആവും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപര നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം വന്നു കഴിഞ്ഞാൽ ഫുൾ എനർജിയോട് ഷൂട്ട് ചെയ്യും. അതിനകത്ത് യാതൊരു ഫുഡിൻ്റെ പ്രശ്നം അങ്ങനെ ഒന്നുമില്ല. അത് ക്ലൈമാക്സ് ലൊക്കേഷനിലൊക്കെ മറ്റുള്ളവരൊക്കെ വളരെ നടന്ന് നീങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് പുള്ളി പാറയിലേക്ക് ചാടി നടക്കുകയാണ്. ഒരു കുഴപ്പമില്ല, ഫൈറ്റ് എടുക്കുന്ന ഒരു പ്രശ്നവുമില്ല. നിൽക്കാൻ സ്ഥലമില്ലാത്ത ഒരു സ്ഥലങ്ങളാണ് അവിടെ. ശരിക്കും നിന്നാൽ വീഴും. അപ്പോൾ ശരിയാ സാറ് പറഞ്ഞു, ഈ പാറയിൽ ആ പാറയിലേക്ക് എടുത്തിയാടി. അതങ്ങനെ എടുത്തിയാടി ഞങ്ങളെല്ലാം ചെല്ലുന്നതിന് മുമ്പ് ആരാണെങ്കിലും ജീപ്പ് എടുത്താൽ വിട്ട് പോകും. പിന്നെ കൊടുക്കുന്ന ഭക്ഷണം മേടിച്ച് വെച്ചു. ഒരു ദിവസം ജാഫർക്കയുടെ ഒരു ഇൻസിഡന്റ് പറയാണ്. നമ്മളൊരു റിസോർട്ടിലാണ് താമസം. റിസോർട്ട് എന്ന് പറഞ്ഞാൽ കുന്നിൻ്റെ മേളിലാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ മേളിലാണ്. അപ്പോൾ ജാഫർക്ക് എന്ന് പറഞ്ഞ് കൊച്ചേ ഇന്ന് ഞാൻ എൻ്റെ റൂമിലോട്ട് വരാം, ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് അവിടെ ഇരിക്കാം, പാട്ടുമൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് ജാഫർക്കയുടെ ഒരു സ്പീക്കറുണ്ട്, ചെറിയ സ്പീക്കർ, മൈക്ക് എല്ലാം ആയിട്ട് ജാഫറുടെ കൂടെയുള്ള സുധീർ എന്ന് പറഞ്ഞൊരു പയ്യനും ഒക്കെ നേരെ മേളി വന്ന് ഭയങ്കര ഹൈറ്റില്ല. ജാഫർക്കയുടെ റിസപ്ഷൻ്റെ താഴെയാണ് ജാഫർക്കയുടെ കോട്ടേജ്. എൻ്റെ നേരെ മേളിലാണ്. ഇങ്ങനെ ഒരുപാട് ജീപ്പിലൊക്കെ കയറി പോകണം. ജാഫർക്ക് ഞങ്ങളിങ്ങനെ പാട്ടെല്ലാം പാടിക്കൊണ്ടിരുന്നപ്പോൾ 2 മാനേജർമാർ വെട്ടി വീർത്ത് വന്നേക്കാൻ. ബാച്ചറിന് അറിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാറേ ജാഫർ സാർ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞോത്തുണ്ട്. രക്ഷപ്പെട്ടു. ഞാൻ ചെന്ന ജാഫർക്കയുടെ കോട്ടേജിന്റെ തൊട്ട് ഫ്രണ്ടിൽ ആനയാണ്. ആന നിൽക്കുക. അതിനകത്ത് ഇങ്ങനെ തുമ്പിക്ക് ജാഫർക്ക് കിടക്കുന്ന ആ കട്ടിലിനകത്തോട്ട് ഇങ്ങനെ ഇട്ടോണ്ട് ആന നിൽക്കുന്നത്. ജാഫർക്ക് അങ്ങനെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഭാഗ്യത്തിന് കയറി വന്ന, അല്ലെങ്കിൽ ആന അന്ന് തീർന്ന ആനയുടെ പേടി ജാഫർക്ക് ഇങ്ങനെ നിൽക്കുക. ഞാൻ ചെന്ന പറ്റിക്കാം. ഞാൻ പഠിച്ചോ എന്നൊക്കെ ഇന്നലെ അവളുണ്ടായിരുന്നു ഇത്താ. ഇന്നലെ എങ്ങനെ ആന വന്ന് അവളെ എങ്ങനെ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ എന്നാ. ഞങ്ങൾ തലേദിവസം എൻ്റെ ഫാമിലി ആയിട്ട് എൻ്റെ മോനും എൻ്റെ വൈഫും അവിടെ നോയമ്പായോണ്ട് എന്നെ ഒന്ന് കാണാൻ വന്ന. അപ്പോൾ കിടന്ന റിസോർട്ട് ഇത് തള്ളേമാനും പോയി.
പിറ്റേ ദിവസം പിന്നെ ഈ കൊച്ചൻ മുകളിലാണ് താമസിച്ചത്. അപ്പോൾ അവിടുന്ന് ചുമ്മാ നടന്ന് കയറി ഞങ്ങൾ ചെന്ന് താഴെ മുറ്റത്താണ് ജനലെ പിടിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അവർ 6 ആർട്ടിസ്റ്റ് സംഘമൊക്കെ ഒന്ന് വെടി വെച്ച് വായിച്ച് അങ്ങനെ ആനയായിരുന്നു മൊത്തം വലിയ സ്ഥലം. പടക്കം പൊട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ജാഫർക്ക് പടക്കം പൊട്ടുന്നത് എടാ ഇവിടൊക്കെ വല്ല ഉത്സവമായിരിക്കും ആദ്യം പറഞ്ഞു. അപ്പൊ ഞങ്ങള് അവിടെ പൊട്ടുന്നു അവിടെ പൊട്ടുന്നു. ഞാൻ ജാഫർക്ക് കൂടാനും ഉത്സവ അത് ഉത്സവത്തിന് മുമ്പെന്തോ ഉണ്ടായിരുന്നു. ഇത് ഇവര് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്ന പക്ഷെ അവിടെ പൊട്ടിക്കുന്ന അവിടെ വലിയ ടോർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഷൈനും അനിയനും നേരെ ഇവിടെ നമ്മുടെ ഇതിനകത്തുണ്ട്. ഇങ്ങോട്ട് വല്ലതും വരും കേട്ടോ എന്ന് പറഞ്ഞ് നോക്കി. ഞാൻ പറഞ്ഞില്ല പേടിക്കണ്ട, ഇതുവഴി എന്തായാലും വരത്തില്ലെന്ന് പറഞ്ഞ് കുറെ കഴിഞ്ഞിട്ടുണ്ടാവേ. അതെ അത് നമുക്ക് സിനിമ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ല അത് അറിഞ്ഞുകൂടാ, അത് എന്താന്ന് അറിഞ്ഞുകൂടല്ലോ. നമുക്ക് രാജുവിനായതുകൊണ്ട് രാജുവിന്റെ സ്വഭാവം അറിയാലോ. അപ്പൊ നമുക്ക് രാജു എന്തെങ്കിലുമൊക്കെ ഒരു കുറെ സസ്പെൻസുകൾ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം സിനിമ വരുന്നവരെ. നോക്കാം, നമുക്ക് സിനിമ എന്തായാലും വരട്ടെ. ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലത്. അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ലെവലും റേഞ്ചും ഒക്കെ അറിയാം. അപ്പോൾ കുറേ സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അതിൽ. എനിക്ക് തോന്നുന്നു എത്ര ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നാലും നിങ്ങളെ വീണ്ടും ത്രില്ലടിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്യണം, നമുക്ക് നോക്കാം. സിനിമ ലാഭമുള്ള സിനിമകളും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയധികം സിനിമകൾ ഇവിടെ നടക്കില്ലല്ലോ. നഷ്ടങ്ങൾ മാത്രം നടക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് ആരെങ്കിലും വരുമോ? അല്ലേ? ഈ പൈസ നമ്മൾ മുടക്കുന്ന 1 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 100 കോടിയാണെങ്കിലും അതിൻ്റെ ഒരു വിജയ സാധ്യത നോക്കിയിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ആരും അങ്ങനെ മണ്ടന്മാരൊന്നും അല്ലല്ലോ ഇവിടെയുള്ള പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ നഷ്ടങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായത്തിലേക്ക് ഒരിക്കലും പുതിയ ആളുകളും വരില്ല, പഴയ ആളുകളും വീണ്ടും ചെയ്യും. ഇപ്പോൾ അവരുടെ മീറ്റിംഗ് പറഞ്ഞായിരുന്നു 1000 കോടി വരെ മുടക്കു മുതൽ ഉണ്ടായിരുന്നു, പക്ഷെ തിരിച്ചു കിട്ടിയത് അപ്പോൾ 350 കോടിയാണെന്നുള്ളത്. അപ്പം അത്രയും നഷ്ടത്തിലേക്ക് പോകുന്നത്. ആ കണക്കൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് എടുത്ത് നോക്കണം. എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കാര്യം ഇത്രയധികം നഷ്ടമുള്ളൊരു മേഖലയിലേക്ക് വീണ്ടും എങ്ങനെയാണ് വരുന്നത്? അല്ല, എനിക്ക് സംശയമുണ്ട്. അവർ പറയുന്ന കണക്കുകളെല്ലാം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അവർ പറയുന്നതിനകത്തൊക്കെ കാര്യമുണ്ടായിരിക്കാം. പക്ഷേ അപ്പോഴും ഒന്നും കാണാതെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി സിനിമ എടുക്കാൻ ഇപ്പോൾ ആളുകൾ വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഇപ്പം ഒരുപാട് യങ്സ്റ്റേഴ്സാണ് ഇപ്പം നമ്മുടെ ഉണ്ണിയുടെ പടം തന്നെ ചെയ്തിരിക്കുന്നത്. അതേപോലുള്ള യങ്സ്റ്റേഴ്സാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ട് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച് സിനിമയെക്കുറിച്ച് പഠിച്ച് ഈ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റ് ഇറക്കാം, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റ് തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. മനസ്സിലായില്ല? അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും പൂർണ്ണമായിട്ടും നഷ്ടമുള്ളൊരു വ്യവസായമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. അത് നമ്മൾ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ അതുപോലെയുള്ള ഈ പറഞ്ഞ വാക്കില്ലേ, ഈ എന്ത് വാക്കാത് അപ്പം ഇംഗ്ലീഷിൽ എങ്ങനെയല്ലേ ആ സാധനം. അപ്പം അങ്ങനെ തന്നെ എടുത്തത്. അത് സംശയിക്കൊന്നും വേണ്ട. അത് തന്നെ പറഞ്ഞെടുത്ത് ഇത് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2-3 തരത്തിൽ ചെയ്തു. ഒന്ന് സാധാരണ നടന്ന സംഭവം അവിടെ വെച്ച് പറഞ്ഞത് തന്നെ അങ്ങ് ചെയ്തു. അതാണ് അവിടെ പോയി എന്തോ സെൻസറും കാര്യമൊക്കെ എടുത്തത്. പിന്നെ ഇവിടെ ഓടിക്കാൻ മറ്റൊരു മയത്തിന് കുറച്ച് അതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ചു. പിന്നെ ഇവിടെയും ഫുള്ളായിട്ട് നന്നായിട്ടൊന്നുമില്ലാതെ ഒരു അനാവശ്യ വാക്കും ഇല്ലാത്ത രീതിയിൽ ചെയ്തു. അതിൽ പുള്ളി തിരഞ്ഞെടുത്താണ് ഇറക്കാൻ പറ്റിയത് ആ ഇറങ്ങിയ ചുരുളി. അങ്ങനെയാണ്. പിന്നെ അവിടെ അങ്ങനെ തന്നെയായിരുന്നു കാട്ടിൽ. ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ ഷൂട്ട് കാണാൻ വന്നിട്ട് ടീച്ചറും പിള്ളേരും ഒക്കെ ഇറങ്ങി ഓടിയത്. ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞായിരുന്നു. ഇത് കുട്ടികളെ കൊണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് റിബണൊക്കെ കെട്ടി അസലാക്കി. അപ്പോൾ പറഞ്ഞു അല്ല ഒന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ കുട്ടി കെട്ടിയാൽ വെക്കുന്നത്. പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേനും കുട്ടികളും ടീച്ചറും വന്ന് ഷാപ്പിലേക്ക് കയറി. അവിടെ ചെറിയുടെ പൂരം നടക്കുക, ചാടി ഓടണം പറഞ്ഞു ചെതറി. അതാണ് സംഭവം. അപ്പം അങ്ങനെ തന്നെയായിരുന്നു. ചാട്ടുള്ളിയിലോ വേറെ ഒരു വയനാട്ടിലുള്ള റെസിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പുതിയ റെസിപ്പിന് ഉടനെ വരാനുണ്ടോ? ഇപ്പം ഏതാ ഇറങ്ങിയ ഒരു ബീഫിന്റെ റെസിപ്പി പറഞ്ഞാൽ ബീഫ് നമുക്ക് ഒരു പച്ചക്കറിയുടെ നമുക്ക് നാളെ വെച്ചേക്കാം. അപ്പൊ വേറെ എന്തെങ്കിലും പുതിയ റെസിപ്പി എല്ലാം ഉണ്ടോന്ന്? അത് പിന്നെ നമുക്കൊരു സാമ്പാർ വെക്കണം, അത് നമുക്ക് വെക്കാം. നമുക്ക് ഈ പടം റിലീസ് നമ്മുടെ ചാട്ടുള്ളി റിലീസാകുന്നതെന്ന് നിങ്ങൾ ഒന്ന് വാ, നമുക്ക് ഒരു സാധനം ഉണ്ടാക്കി തരാം.
ഈ പടം 21-ാം തീയതി റിലീസ്. അപ്പം ഇതിനകത്ത് അടുത്ത വെള്ളിയാഴ്ച. അപ്പോൾ അതിൻ്റെ കൂടെയും പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന പടങ്ങൾ നമ്മുടെ പടം വിജയിപ്പിക്കണമെന്നല്ല, എല്ലാ പടങ്ങളും ഇറങ്ങുന്ന പടമെല്ലാം ഒന്ന് കാണാൻ അഭ്യർത്ഥിക്കുക ആളുകളോട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞേ, നമ്മൾ മനുഷ്യർക്ക് ഇതൊന്നും അന്വേഷിച്ചുകൊണ്ട് നടക്കാനൊന്നും സമയമില്ല. അവരുടെ ജീവിത തത്രപ്പാടില്ല അവർ, അല്ലേ? ആ തത്രപ്പാടിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ഫാമിലി മറ്റേ പടം കാണാൻ പറ്റുമെങ്കിൽ ഒരു 10,000-3,000 രൂപ കയ്യില്ലാതെ തിയേറ്ററിൽ വരാൻ പറ്റില്ലാണ്ട് പിള്ളേരും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് വന്നെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് അപ്പുറത്ത് ചേച്ചി ചോദിക്കില്ലേ, എടീ നിങ്ങൾ വേണമെങ്കിൽ ഞാനും പറ്റേ അവരെയും കൂട്ടും. അപ്പോൾ ഇല്ലേ, എങ്ങനെ വന്നാലും 10,000-3,500 രൂപ മുടക്കായി. അങ്ങനെ വന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും അതെന്തെങ്കിലും ഇല്ലാത്ത പടമാണെങ്കിൽ അവരെന്തേലും പറഞ്ഞു എന്ന് ഓർത്ത് അവരൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് നല്ല ഒരു സദ്യ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഉണ്ണാൻ പറ്റുമെങ്കിൽ ഉണ്ണുക എന്നാണ് അതിൻ്റെ. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പറഞ്ഞ പോലെ മുന്നേ സിനിമകൾ ചെയ്തിരുന്നെങ്കിലും അത്യാവശ്യം എന്താ പറയുക, ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ ശ്രദ്ധിക്കപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ CD രാമചന്ദ്രനിൽ ഷാജൻ്റെ മോളായിട്ട് ഞാനുണ്ടായിരുന്നു. അത് അത്യാവശ്യം ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അതിന് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വന്ന് ഈ സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഫെബ്രുവരി 21 ആരും മറക്കരുത്. എല്ലാവരും അവിടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ജാഫ്രിക്കായിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വരിക അല്ലെങ്കിൽ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ജാഫ്രിക്ക എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ക്യാരക്ടർ എങ്ങനെ ഇൻവോൾവ് ആവണം, എല്ലാം. അപ്പോൾ രാജ്ബാബു സാറാണെങ്കിലും ഭയങ്കര പേഷ്യൻസ് ഉള്ളൊരു വ്യക്തിയാണ്. കാരണം എന്നെ മീൻസ് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ്. സോ അത്രേ ഉള്ളൂ. അത് ഞാൻ പറയല. എങ്ങനെയായിരിക്കും ഞാൻ ഇവൻ്റെ അടുത്ത് ഇടി കൂടാൻ പോയിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എൻ്റെ അവസ്ഥ? എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? പക്ഷെ ആ പടത്തിനകത്ത് നിന്ന് കണ്ടു നോക്കുക ഒരവസ്ഥയുണ്ട് അല്ലേ? പുള്ളിയാണ് നമ്മള് കയ്യ. ഞാൻ കാടിൻ്റെ അടുത്താണ് എൻ്റെ ജനനവും. ഇടുക്കി തൊട്ടടുത്ത് കാട്. ഇപ്പം താമസിക്കുന്നതും കാടിൻ്റെ അടുത്താണ്. 1 കിലോമീറ്റർ ചെയ്യുന്ന കാടാണ്, ആനയുള്ള കാടാണ്. എന്നാന്നറിയാൻ പാടില്ല. അങ്ങനെ ഇപ്പം വൈൽഡിനെ എല്ലാവരും പറയുമല്ലേ, മറ്റേ അവരിറങ്ങി ആക്രമിക്കുക ഭയങ്കരമായിട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പം അവർ സ്നേഹിക്കണ്ടേ? അങ്ങനെ സ്നേഹിച്ച് പറക്കി പോകാമെന്നേ. അതുങ്ങളും ഇതുങ്ങളും ഒക്കെ ആയിട്ടങ്ങ് പോയിച്ചാൽ മതി. നല്ല രസമായിരിക്കും. അതിനെ പേടിപ്പിക്കാതിരുന്നാൽ മതി. അത് മര്യാദയ്ക്കാണെന്നുള്ളൂ. അപ്പോൾ വൈൽഡുമായിട്ടാണ് അപ്പോൾ പോയേക്കണം. കണ്ണായി കാവലുമായി